പുത്തൻ രുചികൾ തേടിയുള്ള യാത്രയിൽ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കോഴിക്കോടുകാരുടെ സ്വന്തം ആദാമിന്റെ ചായക്കടയിലേക്കാണ്. കടയിലേക്ക് നോക്കുമ്പോൾ തന്നെ മെയിൻ അട്രാക്ഷൻ ഇവിടുത്തെ ഈ ബോർഡുകളാണ്. ദുനിയാവിലെ ചിക്കൻ, കടലിന്റെ ബർക്കത്ത്, ബേച്ചാ മറക്കാത്ത ചോറുകൾ, വായിക്കുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നുന്നു. കയറി ചെന്നപ്പോൾ തന്നെ എൻ്റെ കണ്ണുപോയത് ആ ചില്ലിൻകൂട്ടിലേക്കാണ്. പല പല വെറൈറ്റി ചായക്കടികൾ കണ്ടിട്ട് കൊതി സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇപ്പം തിന്നാൽ ശരിയാവൂല, വയറ് നിറഞ്ഞു പോവും. അപ്പം പിന്നെ ബാക്കി ഐറ്റംസ് ഒന്നും തിന്നാനും പറ്റൂലല്ലോ. ഇനി ഇതൊക്കെ കഴിക്കാൻ വേറൊരു ദിവസം വീണ്ടും വരേണ്ടി വരും. പിന്നെ ഇവിടുത്തെ ആംബിയൻസും കസ്റ്റമർ സർവീസും എടുത്തു പറയേണ്ടത് തന്നെയാണ്. കഴിക്കുന്ന ഭക്ഷണം മനസ്സുകൂടി നിറക്കണമെങ്കിൽ അതും ഇമ്പോർട്ടൻ്റ് തന്നെയല്ലേ. മെനു വന്നപ്പോൾ എന്ത് ഓർഡർ ചെയ്യുന്നുള്ള കൺഫ്യൂഷനിലായി ഞങ്ങൾ. അത്രത്തോളം വെറൈറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ അടിപൊളി പ്രസൻറ്റേഷനും കൂടി ആയപ്പോൾ എല്ലാം അങ്ങ് ഓർഡർ ചെയ്താലോ എന്ന് തോന്നിപ്പോയി. പക്ഷെ കയ്യിലത്ര കാശും വയറിലത്ര സ്ഥലവും ഇല്ലാത്തതുകൊണ്ട് അത് നടക്കൂല. അങ്ങനെ ഏറ്റവും മുഞ്ചുള്ളത് നോക്കി ഒരു ചട്ടി പൊറോട്ട ഞാൻ പറഞ്ഞു. അജുവേട്ടൻ ബീഫ് വാരിയലും നൂൽ പൊറോട്ടയും. ദാ ഈ ഗ്ലാസ് കണ്ടോ, നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. അങ്ങനെ ഓർഡർ ചെയ്ത ഐറ്റംസ് എത്തി. ഇത് ബീഫ് വാരിയല്, പിന്നെ ഇതെൻ്റെ ചട്ടി പൊറോട്ട. ഇതിൽ ചിക്കൻ കറി, ബീഫ് കറി, 2 പീസ് ഫ്രൈഡ് ചിക്കൻ, ബോയിൽഡ് എഗ്ഗ്, പപ്പടം, പിന്നെ തേങ്ങാപ്പാലൊക്കെ വരുന്നുണ്ട്. അജുവേട്ടൻ കത്തിയും ഫോർക്കും ഒക്കെ എടുത്ത് ബീഫുമായിട്ടുള്ള യുദ്ധം തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ മീറ്റ് നല്ലോണം വെന്തോണ്ട് അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. അതിലെ മീറ്റിൻ്റെ ആയാലും മസാലയുടെ ആയാലും ടേസ്റ്റ് അടിപൊളിയായിരുന്നു. ബീഫ് ലവേഴ്സിന് ഈ ഒരു ഐറ്റം ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഇനി നമ്മുടെ ചട്ടി പൊറോട്ട ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആക്രാന്തം പിടിച്ച് തിന്നുകൊണ്ട് തേങ്ങാപ്പാൽ ഒഴിക്കാൻ മറന്നുപോയി. എന്നാലും അതിലെ എല്ലാ ഐറ്റംസും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടത് ചിക്കൻ ഫ്രൈ ആയിരുന്നു. ചട്ടി പൊറോട്ട സൂപ്പറാണെങ്കിലും നമ്മുടെ ഇന്നത്തെ താരം ബീഫ് വാരിയൽ തന്നെ. അതിൻ്റെ മീറ്റിലെ ആ നെയ്സ്വാദ് നല്ലപോലെ അറിയാനുണ്ടായിരുന്നു. അത് 2 പേർക്ക് വയറ് നിറയെ കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ഹെവിയായി. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് തിന്നത് ദഹിപ്പിക്കാനായി കുഞ്ഞു അവിടെയൊക്കെ കുറച്ച് നേരം ഓടി നടന്നു. അപ്പോൾ കോഴിക്കോട് വരികയാണെങ്കിൽ ആദാമിൻ്റെ ചായക്കടയിലേക്ക് വന്നോളി, ഇരുന്നോളി, തിന്നോളി.